ഹലോ മെമ്പേഴ്സ്, അപ്പം എങ്ങനെ ഓക്സിയിൽ നമുക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് അതിലൂടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഐ ഡി ആക്ടിവേഷൻ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധാപൂർവ്വം കാണാം. ഫസ്റ്റിന് നമ്മൾ ആർക്കാണോ നമ്മൾ ഐ ഡി അടിക്കേണ്ടത് അയാളുടെ നെയിമും അഡ്രസ്സും പിൻകോഡും പോസ്റ്റ് ഓഫീസ് ഡീറ്റെയിൽസ് വാങ്ങിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്സി ഞാനിത് ഓൾറെഡി ആഡ് ടു ഹോം സ്ക്രീൻ ആക്കി ഇട്ടേക്കാണ്. പിന്നെ പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടും. ഞാൻ ഈ കൂടുതൽ യൂസ് ചെയ്യുന്നത് സൈറ്റാണ്. നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ഓക്സി ഷോപ്പ്.in അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സാധനം നമുക്ക് സൈറ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ മതി, ആളെ അയച്ചു തരും. അപ്പോൾ നമ്മൾ സൈറ്റ് എടുക്കുന്നു. ഇതിപ്പം 6 ഡൗണിലാണ് അടിക്കേണ്ട ഐ ഡി ഞാൻ ലോഗിൻ ചെയ്യണം. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബിസിനസ് പോർട്ടലുണ്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. FT സ്റ്റാർട്ടപ്പിൽ ക്ലിക്ക് ചെയ്യാം. ജീനോളജിയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ ഡൗണിലാണ് നമുക്ക് ഈ ഒരു ഐ ഡി പ്ലേസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഐ ഡി രജിസ്റ്റർ ചെയ്യണം. സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഐ ഡിയിലൂടെ പ്രൊഡക്റ്റ് പർച്ചേസ് ഇത് കഴിയുമ്പോൾ അത് ആക്ടിവേഷൻ ആവും. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു സ്മിത എന്ന് പറയുന്ന വ്യക്തിയുടെ താഴെയാണ് ഈ ഒരു ഐ ഡി അടിക്കുന്നത്. അപ്പം ഏറ്റവും താഴെ വാക്കൻ്റ് എന്ന് പറഞ്ഞിട്ടില്ല, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ തന്ന വ്യക്തി തന്ന ഡീറ്റെയിൽസ് ഫുൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഫുൾ എൻ്റർ ചെയ്തിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ, ഞാൻ ഏകദേശം അവർ തന്ന ഡീറ്റെയിൽസ് ഏറെക്കുറെയെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതായത് ഡിസ്ട്രിക്റ്റ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, നെയിം, അവരുടെ ജെൻഡർ, അതുപോലെ തന്നെ അഡ്രസ്സ്, ഓക്കെ, മെയിൽ ഐ ഡി, പിന്നെ അതുപോലെ ഇത് പാൻ കാർഡ് നമ്പറാണ്. പാൻ കാർഡ് നമ്പർ തുടക്കത്തിൽ തരാത്തവർക്ക് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് തൊട്ട് ഈ ഒരു നമ്പർ 12345990 ഈ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നോമിനി ഫെസിലിറ്റീസ് ചോദിക്കുന്നുണ്ട്. ഇത് ആ വ്യക്തികൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് തന്നെ സെൽഫായിട്ട് ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും ചെയ്യേണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്പോൺസർ ആരാണ് അവരുടെ സ്പോൺസർ ഐ ഡി കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ പേർക്ക് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുക. അതോടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഐ ഡി ക്രിയേറ്റ് ആയി, അത്രേ ഉള്ളൂ. ആ ഐ ഡി ലോഗിൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആക്ടിവേഷൻ ആവും. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരാളുടെ ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ ഐ ഡിയും പാസ്വേഡും നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തിട്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ ആരാണ് ഡീറ്റെയിൽ ഇട്ട് തന്നാൽ അവർക്ക് നമുക്ക് ഈ ഐ ഡിയും പാസ്വേഡും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കാം. എന്നിട്ട് ഇനിയും ഇപ്പോൾ ഇത് ഐ ഡി ഫ്രീ ഐ ഡി ആണ്. ഇനി ഈ ഫ്രീ ഐ ഡി നമ്മൾ എന്ത് ചെയ്യണം, നിലവിലുള്ള ഐ ഡി ലോഗ് ഔട്ട് ചെയ്തിട്ട് ഈ ഐ ഡി ലോഗിൻ ചെയ്യാം. ഓക്കെ, ഈ ഐ ഡി ലോഗിൻ ചെയ്തിട്ട് ഈ ഐ ഡിയിലൂടെയാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പം പ്രൊഡക്റ്റും അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റും കിട്ടും, പ്ലസ് ഐ ഡി ആക്ടിവേറ്റ് ആവും, ബിസിനസ് ഓപ്പർച്യൂണിറ്റി അതിൻ്റെ ഇടയ്ക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത് ലോഗിൻ ചെയ്യണം. ഓക്കെ, ആളുടെ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ഐ ഡി നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്, ഐ ഡിയും പാസ്വേഡും. എന്നിട്ട് സബ്മിറ്റ് കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇതിപ്പം നിലവിൽ ഫ്രീ ഐ ഡി ആണ്. ഫ്രീ ഐ ഡി അടിച്ച് ആളെ സംബന്ധിച്ചിട്ട് 10,000 രൂപയുടെ റെഡീം കൂപ്പൺ കാണാൻ പറ്റും. പക്ഷേ ഇനി ഇത് ബിസിനസ്സിലേക്ക് പോകണമെങ്കിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം. അതിന് എങ്ങനെ പർച്ചേസ് എന്ന് വെച്ചാൽ താഴെ കണ്ടില്ല, പ്രിവിലേജ് കസ്റ്റമർ എന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നിലവിൽ നമ്മൾ ചെയ്യുന്നത് ഫാസ്റ്റ് ട്രാക്ക് സ്റ്റാർട്ടപ്പ് ക്ലബ്ബാണ് ഫസ്റ്റ് എടുക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഒറ്റ ഐ ഡിയുടെ 10 RPയാണ് ചെയ്യുന്നത്. 10 RP ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യും. ഇപ്പോൾ നിലവിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ടച്ച് ചെയ്തിട്ട് താഴെ ഒരു ഗ്രീൻ കളർ ആഡ് ടു കാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇത് തന്നെയാണോ ഐ ഡിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് കൺഫേം ആണെങ്കിൽ ഇത് കൺഫേം എസ് കൊടുക്കുക. ഓക്കെ, ഷോപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞ ബ്ലാക്ക് കളറിൽ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബൈ കൊറിയർ ക്ലിക്ക് ചെയ്യാം. ഇവരുടെ അഡ്രസ്സ് തന്നിരിക്കുന്ന അഡ്രസ്സ്, ഈ പ്രൊഡക്റ്റ് പോകേണ്ട അഡ്രസ്സ് കറക്റ്റ് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ചെക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. നിലവിൽ അപ്പോൾ ഇതിന് ടോട്ടൽ എമൗണ്ട് ഡെലിവറി ചാർജ് ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. ഞാൻ ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ ഏത് കൊറിയർ ഓഫീസാണ് ചോദിക്കുന്നത്. DTDC ഉണ്ട്, ഇന്ത്യൻ പോസ്റ്റ് ഉണ്ട്. ഞാൻ DTDC ആണ് കൊടുക്കുന്നത്. എന്നിട്ട് താഴെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തെറ്റാതെ ശ്രദ്ധാപൂർവ്വം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐ ഡി തന്നെ ആണോ എന്നൊന്നുകൂടെ കൺഫേം ചോദിക്കേണ്ട. അപ്പോൾ നമ്മൾ ആണ് നോക്കിയിട്ട് ഓക്കെ അടിക്കുക. ഇനി പേയ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന യൂസ് ഓൺലൈൻ ബാങ്കിങ് ക്ലിക്ക് ചെയ്യുന്നു, UPIയിൽ പോകുന്നു, കൺഫേം കൊടുക്കുന്നു. അപ്പം 1340 രൂപ പേ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ നമ്മുടെ UPIയിലേക്ക് പോകും. ഗൂഗിൾ പേ, ഫോൺ പേ എന്ന വെച്ചാലേക്ക് നമുക്ക് നേരെ ലോഗിൻ ആവും, അതിലേക്ക് പോകും. അപ്പോൾ അവിടെ നമ്മളിത് പേ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ആവും, ഐ ഡി ആക്ടിവേറ്റ് ആവും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ കൊടുക്കുന്നു, പേ നൗ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ പ്രൊസീഡ് കൊടുക്കുന്നു. നേരെ ഗൂഗിൾ പേയിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് കണ്ടില്ലേ 1340 രൂപ പേ എന്ന് പറഞ്ഞ് തന്നെ വരും. അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് പേ ചെയ്യാം. ഞാനിപ്പം പേ ചെയ്യാണ്. യെസ്, പേ ആയിട്ടുണ്ട്.
ഇപ്പം ഐ ഡി എന്താവും ആക്ടിവേറ്റ് ആയിട്ടുണ്ടാകും. നമ്മൾ പേയ്മെൻറ്റ് ഓൾറെഡി കമ്പനിയിലേക്ക് പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പർച്ചേസ് ആവും. ഓക്കെ, പേയ്മെൻറ്റ് സക്സസ്. ഇനി നമുക്ക് ബാക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐ ഡിയുടെ നിലവിൽ നേരത്തെ കണ്ട 10,000 റെഡീം കൂപ്പൺ പോലെ ആയിരുന്നു. തുടക്കത്തിൽ നമ്മൾ ഐ ഡി ലോഗിൻ ചെയ്യുന്ന സമയത്ത്, ഫ്രീ ഐ ഡി ലോഗിൻ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ അത് മാറിയിട്ടുണ്ടാവും ഫുള്ള്. കാര്യം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ എന്തായി, ഐ ഡി ആക്ടിവേറ്റ് ആയി. പ്രൊഡക്റ്റും ആവശ്യമുള്ള പ്രൊഡക്റ്റും കിട്ടും, പ്ലസ് ഓപ്പർച്യൂണിറ്റി അതിൻ്റെ കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡൗട്ടുള്ളവർക്ക് ഞാൻ ക്ലിയർ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. പിന്നെ അതുപോലെ നമുക്കിനി 3 ഐ ഡി ഒക്കെ ആക്ടിവേഷൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച് സിംഗിൾ ആയിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതിനെ സംബന്ധിച്ച് ഇതേ സെയിം പ്രോസസ്സ് തന്നെ അവരുടെ സെക്കൻഡ് ഐ ഡിയും തേർഡ് ഐ ഡി ഇതേപോലെ ലോഗിൻ ചെയ്തിട്ട് അതിലൂടെയും പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അതും ഇതേപോലെ തന്നെ ചെയ്യാൻ 2 ഐ ഡിയും കിടപ്പുണ്ട്. നിലവിൽ ഇതേപോലെ തന്നെയാണ് ആ പ്രോസസ്സ് അവിടെയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ ഷോർട്ടാക്കിയിട്ട് ഇടണം. ഓക്കെ, താങ്ക് യു.